ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. മറ്റത്തൂരിൽ KPCCയുടെ സമവായ നീക്കങ്ങൾ ഫലം കണ്ടു തുടങ്ങി. BJP പിന്തുണയോടെ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൂർജഹാൻ രാജിവെക്കും. സ്വതന്ത്രയായ പ്രസിഡന്റിന്റെ കാര്യത്തിൽ തങ്ങൾക്ക് പരിമിതികളുണ്ടെന്ന് വിമത നേതാവ് TM ചന്ദ്രൻ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രത്തിൽ വൻ തീപിടുത്തം. 300ഓളം ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. നിർത്തിയിട്ടിരുന്ന ട്രെയിൻ എഞ്ചിനും തീപിടിച്ചു. കേച്ചേരി ചിറനല്ലൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്ക്. വാണിയമ്പറയിൽ കാർ ഡിവൈഡറിലിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കല്ലൂർ ഭരതിയിൽ കാട്ടുപന്നികൾ വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചു. പന്നിശല്യം രൂക്ഷമായതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിൽ കർഷകർ. ചിറ്റണ്ടയിലും കാട്ടുപന്നിശല്യം രൂക്ഷം. ചാവക്കാട് ചേറ്റുവ റോഡിലെ കാന നിർമ്മാണത്തിൽ മെല്ലെപ്പോക്ക് എന്ന ആരോപണം. മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. പ്രതിഷേധവുമായി നാട്ടുകാർ. വിശദാംശങ്ങളിലേക്ക്. മറ്റത്തൂരിൽ KPCCയുടെ സമവായ നീക്കങ്ങൾ ഫലം കണ്ടു തുടങ്ങി. BJP പിന്തുണയോടെ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൂർജഹാൻ രാജിവെക്കും. സ്വതന്ത്രയായ പ്രസിഡന്റിന്റെ കാര്യത്തിൽ തങ്ങൾക്ക് പരിമിതികളുണ്ടെന്ന് വിമത നേതാവ് TM ചന്ദ്രൻ. വിമതർ മുന്നോട്ട് വെച്ച സമവായ നീക്കങ്ങൾക്കൊടുവിലാണ് രാജിയിലേക്ക് എത്തുന്നത്. വൈസ് പ്രസിഡന്റിന്റെ രാജിക്കത്ത് KPCCക്ക് കൈമാറും. എന്നാൽ സ്വതന്ത്രയായ പ്രസിഡന്റ് ടെസി ജോസിന്റെ കാര്യത്തിൽ പരിമിതികളുണ്ടെന്ന് വിമത നേതാവ് TM ചന്ദ്രൻ തൃശൂരിൽ അറിയിച്ചു. പ്രസിഡന്റിനെ സംബന്ധിച്ച് അവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ വൈസ് പ്രസിഡന്റ് രാജി സന്നദ്ധത അറിയിക്കുകയും അവരുടെ രാജിക്കത്ത് KPCC നേതൃത്വത്തിന് കൈമാറുകയും ചെയ്യും. KPCC നിർദ്ദേശം എന്തായാലും അനുസരിക്കുമെന്ന് നൂർജഹാൻ അറിയിച്ചു. ഞങ്ങൾ ജനങ്ങളോട് ഞങ്ങളുടെ സത്യാവസ്ഥ പറഞ്ഞ് ഞങ്ങൾ വോട്ട് പിടിച്ച് ജയിച്ച ആളുകളാണ്. ഞങ്ങളാണ് ഇപ്പോഴും തെറ്റുകാരായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും UDFന്റെ ഒരു സ്ഥാനാർത്ഥിയാണ്. അതിന് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. UDFന്റെ ഒപ്പം തന്നെ നിൽക്കും. KPCC പറയണത് അതനുസരിക്കുക തന്നെ ചെയ്യും. രാജിക്കത്തിന് പുറമെ തങ്ങളുടെ പരാതികൾ KPCCക്ക് രേഖാമൂലം നൽകും. അതിലും പരിഹാരം കാണണമെന്നാണ് ആവശ്യം. ഔദ്യോഗിക സ്ഥാനാർത്ഥി കൈ അടയാളത്തിൽ മത്സരിച്ചിട്ട് പോലും വിമത വിഭാഗം, ഇന്ന് ഔദ്യോഗിക വിഭാഗം എന്ന് അവകാശപ്പെടുന്ന ചില അന്നത്തെ വിമത വിഭാഗം, അവർ നടത്തിയ ഒട്ടേറെ പീഡനങ്ങൾക്ക് ഇരയായവരാണിവർ. അതുകൊണ്ട് തന്നെ ആ പരാതികൾക്ക് കൂടി പരിഹാരം ഉണ്ടാകണം. കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണമാണ് ചന്ദ്രൻ ഉന്നയിച്ചത്. കൊലപാതക കേസ് പ്രതിയും ഗുണ്ടാ നേതാവുമായ കൊടകര റഷീദിന്റെ നിർദ്ദേശപ്രകാരമാണ് വിമതരായ 3 പേർക്ക് പാർട്ടി ജില്ലാ നേതൃത്വം ഔദ്യോഗിക ചിഹ്നം നൽകിയത്. മറ്റത്തൂരിൽ ഭരണം പിടിക്കേണ്ട എന്നായിരുന്നു DCC നേതൃത്വത്തിന്റെ നിലപാടെന്നും ചന്ദ്രൻ തുറന്നടിച്ചു. കൊടകര റഷീദാണ് 3 സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. DCC പ്രസിഡന്റും പങ്കെടുത്ത കോർ കമ്മിറ്റി യോഗത്തിലേക്ക് എന്നെ വിളിച്ചു വരുത്തി. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൈ അടയാളം അവർക്ക് കൊടുത്തു. അതുകൊണ്ട് നിങ്ങളെ സ്ഥാനാർത്ഥി, അതായത് ഞാൻ നിർദ്ദേശിച്ച 3 പേര് തന്നെയാണ് സ്ഥാനാർത്ഥികൾ, പക്ഷെ കൈ അവർക്കാണ്. അതിൽ വിചിത്രവാദം ഞാൻ അപ്പോൾ തന്നെ സൂചിപ്പിച്ചു. DCC പ്രസിഡന്റ് അന്ന് ആ കോർ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞത്, താഴെ ഇരുന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് കുറച്ച് ആളുകളെ അയക്കുന്നുണ്ട്, അവർക്ക് ചിഹ്നം കൊടുക്കണമെന്ന് പറഞ്ഞു. കൈ ചിഹ്നം പിൻവലിക്കാൻ നിവൃത്തിയില്ല എന്നാണ് DCC പ്രസിഡന്റ് പറഞ്ഞത്. അപ്പോൾ മറ്റത്തൂരിൽ അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരരുത് എന്നാണ് നേതൃത്വം ആഗ്രഹിച്ചത്. പിന്നിൽ എന്തോ ഒരു അജണ്ടയുണ്ട്, ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് തുറന്നു കാണിക്കപ്പെടേണ്ടത്. അതേസമയം BJP പിന്തുണയിൽ ഇപ്പോഴും തെറ്റ് കാണുന്നില്ലെന്നും തങ്ങൾ മറ്റത്തൂരിലെ പ്രത്യേക സാഹചര്യത്തിന്റെ അടിമകളായിരുന്നുവെന്നും ചന്ദ്രൻ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യം, ആ സാഹചര്യത്തിൽ ഞങ്ങൾ ചെയ്തത് ശരിയാണെന്നുള്ളതാണ് ഇപ്പോഴും. കാരണം ചില പ്രത്യേക സാഹചര്യങ്ങളിലുള്ള മനുഷ്യനെ ഓരോന്നിലേക്ക് എത്തിക്കുക. നമുക്ക് അവിടെ അത്രയധികം പീഡനങ്ങൾ, CPMന്റെ ഭാഗത്ത് അത്രയധികം പീഡനങ്ങൾ സഹിച്ചു. പ്രശ്നങ്ങൾ സംബന്ധിച്ച് മുൻപ് നിരവധി തവണ KPCCക്ക് പരാതികൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും ഗൗരവമായി കാണാത്ത സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ഗൗരവമായി കാണുന്നുണ്ടെന്നും ചന്ദ്രൻ വ്യക്തമാക്കി. എന്തായാലും വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതിലൂടെ വിവാദത്തിന് താൽക്കാലിക ശമനമുണ്ടാകാൻ കഴിയുമെന്നാണ് വിമത സംഘം കണക്കുകൂട്ടുന്നത്. എന്നാൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കണമെന്നാണ് KPCCയുടെ നിലപാട്.
ഇതോടെ മറ്റത്തൂർ വിഷയം വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. പ്രസിഡന്റിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കാനുള്ള നീക്കവും ഇനിയുണ്ടാകും. TCV തൃശൂർ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ CPM-നെതിരെ UDF നടത്തുന്ന അപവാദ പ്രചരണങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്ന് CPM ഏരിയ കമ്മിറ്റി. വൻതുക കോഴ നൽകി ലീഗ് സ്വതന്ത്രനെ LDF-ന് അനുകൂലമായി വോട്ട് ചെയ്യിച്ചുവെന്നത് ഇല്ലാ കഥയാണ്. ഇത്തരം അപവാദ പ്രചരണങ്ങൾക്കെതിരെ തിങ്കളാഴ്ച വൈകിട്ട് വടക്കാഞ്ചേരിയിൽ ബഹുജന പ്രകടനവും ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗവും ചേരുമെന്ന് ഏരിയ കമ്മിറ്റി അറിയിച്ചു. പൊതുയോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും. ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എല്ലാ കഥകളാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിൽ വൻ തീപിടുത്തം. 300ഓളം ഇരുചക്രവാഹനങ്ങൾ കത്തിനശിച്ചു. ആളപായമില്ല. ഒഴിവായത് വൻ ദുരന്തം. ഞായറാഴ്ച രാവിലെ 6:30യോടെയാണ് വഞ്ചിക്കുളം റോഡിലുള്ള റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാമത്തെ കവാടത്തിനോട് ചേർന്നുള്ള 2 വീലർ പാർക്കിംഗ് ഏരിയയിൽ തീപിടുത്തമുണ്ടായത്. റെയിൽവേ വൈദ്യുതി കേബിളിൽ നിന്നും വീണ ചെറിയ തീപ്പൊരിയാണ് വലിയ തീപിടുത്തത്തിന് കാരണമായത്. ഈ തീപ്പൊരി പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൽ വീഴുകയും ഇത് വാഹനത്തിന്റെ പെട്രോൾ ടാങ്കിലേക്ക് പടരുകയുമായിരുന്നു. ടാങ്ക് പൊട്ടിത്തെറിച്ചാണ് മറ്റു വാഹനങ്ങളിലേക്കും ഷെഡിലേക്കും തീ ആളിപ്പടർന്നത്. ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന കരാർ ജീവനക്കാരി രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചെങ്കിലും തീ പടർന്നതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഞൊടിയിടയിൽ തന്നെ പ്രദേശമാകെ വലിയ തീയും പുകയും ഉയർന്നു. പിന്നീടാണ് വിവരമറിയിച്ചതിനെ തുടർന്ന് തൃശൂർ സ്റ്റേഷനിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകളെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം 300ഓളം ഇരുചക്ര വാഹനങ്ങൾ കത്തിയതായാണ് കണക്കാക്കുന്നത്. ഈ സമയം സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന തിരുവനന്തപുരം ഡിവിഷന്റെ എഞ്ചിനിലേക്കും സമീപത്തെ റെയിൽവേ ടിക്കറ്റ് കൗണ്ടറിലേക്കും തീ പടർന്നു. അവധി ദിനമായതിനാലും ഈ സമയം ആളുകൾ ഇല്ലാതിരുന്നതിനാലും പരിക്കോ ആളപായമോ ഇല്ല എന്നത് ആശ്വാസമായി. പാർക്കിംഗ് ഷെഡിന്റെ ഇരുമ്പ് തൂണുകളും ട്രസ്സും കത്തി അമർന്ന നിലയിലാണ്. അപകട വാർത്ത അറിഞ്ഞ് വാഹന ഉടമകളും മറ്റും സ്ഥലത്തെത്തി പോലീസിൽ വാഹന നമ്പർ അടക്കം നൽകി. തീഗോളം വിഴുങ്ങിയ സ്വന്തം വാഹനം കണ്ട് പലരും വിങ്ങിപ്പൊട്ടി. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK. സുധീഷ്, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. റെയിൽവേയുടെ ഹൈടെൻഷൻ വൈദ്യുതി ലൈനുകൾ കടന്നുപോകുന്ന ഇരുമ്പ് തൂണുകൾ നിൽക്കുന്നത് ഈ പാർക്കിംഗ് ഏരിയയിൽ ആണെന്നത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഇതിലെ നിയമവിരുദ്ധതയും സുരക്ഷാ വീഴ്ചയും തെളിയിക്കുന്നതാണ്. ഇത്തരത്തിലുള്ളൊരു ഷെഡ് പ്രവർത്തിക്കണമെങ്കിൽ കോർപ്പറേഷന്റെ അനുമതി വേണം. അത്തരത്തിലുള്ള അനുമതി കോർപ്പറേഷന് നൽകിയിട്ടില്ല, തേടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അണയ്ക്കാനുള്ള ഉപകരണങ്ങളുടെ ഒരു അസാന്നിധ്യവും ഇവിടെ ഉണ്ടായിരുന്നു. ഉള്ള ഒരു ഉപകരണം ഒട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയും ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ക്യാമറമാൻമാരായ റോയിക്കും പ്രവീണിനുമൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. കേച്ചേരി ചിറനല്ലൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. ഇരിട്ടി ഉള്ളിക്കൽ സ്വദേശിനി പുതുമനമൊഴിയിൽ വീട്ടിൽ റോബർട്ടിന്റെ ഭാര്യ 54 വയസ്സുള്ള ഡെന്നിയാണ് മരിച്ചത്. ഇവരുടെ മകൻ ജസ്വിൻ, ബന്ധു ഗ്രേസി, ശബരിമല തീർത്ഥാടക സംഘത്തിലെ ഹൈദരാബാദ് സ്വദേശി നാർവ കൃഷ്ണ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചിറനല്ലൂർ വില്ലേജ് ഓഫീസിന് സമീപത്ത് വെച്ച് കാറുകൾ കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത വാണിയമ്പാറയിൽ കാർ ഡിവൈഡറിലിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കാർ ഡ്രൈവർ സുഭാഷ്, തേങ്കുറിശി സ്വദേശികളായ സ്വപ്ന, റോമ, ആദ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതോട്ട് തിരിഞ്ഞു നോക്കാൻ തയ്യാറാവുന്നില്ല. ജനങ്ങളെല്ലാം പൊട്ടനാക്കിക്കൊണ്ട് ഇവിടുത്തെ ഭരണാധികാരി സ്ഥിരാകേന്ദ്രമായിട്ടുള്ള പലരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദിവസവും യാദൃശ്യമായി വരുന്ന വാഹനങ്ങൾ, പുതിയതായിട്ട് വരുന്ന വാഹനങ്ങൾ അറിയാതെ വന്ന് ഈ റോഡിൽ വെച്ചിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബിൽ തട്ടി ദിവസവും പരിക്ക് പറ്റി ഫയർഫോഴ്സും പോലീസുകാരും നാട്ടുകാർക്കും സ്ഥിരം ഇത് ദിവസവും രക്ഷാപ്രവർത്തനം നേതൃത്വം കൊടുക്കുന്ന സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെ ശക്തമായി കേസ് ചാർജ് ചെയ്ത് അവരെ തുറങ്കിലടയ്ക്കുന്നതാണ് ഞങ്ങൾ. സ്കൂട്ടറിന് പുറകിൽ കാറടിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രന് പരിക്കേറ്റു. രവീന്ദ്രനെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തോളലിന് ഗുരുതര പരിക്കേറ്റ രവീന്ദ്രനെ തിങ്കളാഴ്ച ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കും. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രവീന്ദ്രനെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ എന്നിവർ സന്ദർശിച്ചു. കല്ലൂർ ഭാരതിയിൽ കാട്ടുപന്നികൾ വ്യാപകമായി വാഴക്കൃഷി നശിപ്പിച്ചു. പന്നിശല്യം രൂക്ഷമായതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലാണെന്ന് കർഷകർ.
ഭരത സ്വദേശി എലുവങ്ങച്ചാലിൽ സതീശന്റെ വാഴത്തോട്ടത്തിലാണ് കാട്ടുപന്നികൾ ഇറങ്ങിയത്. 100ഓളം വാഴകൾ പന്നികൾ നശിപ്പിച്ചു. ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത വാഴകളാണ് നശിപ്പിച്ചത്. 3 മാസം പ്രായമായ നേന്ത്രവാഴകൾ പിഴുതെറിഞ്ഞ നിലയിലാണ്. കാട്ടുപന്നി ശല്യം തുടർന്നാൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണെന്ന് കർഷകർ പറയുന്നു. അധികൃതർ ഇടപെട്ട് കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് പ്രദേശത്തെ കർഷകരുടെ ആവശ്യം. ആലയങ്ങാട്, പീച്ചാമ്പിള്ളി, മുട്ടിത്തടി പ്രദേശങ്ങളിലെ കാടുമൂടിയ സ്ഥലങ്ങളിലാണ് കാട്ടുപന്നികൾ പെരുകുന്നത്. രാത്രികളിൽ കൂട്ടമായി എത്തുന്ന പന്നികൾ വാഴകൃഷിക്ക് പുറമെ മറ്റ് കാർഷിക വിളകളും നശിപ്പിക്കുന്നത് പതിവാണ്. കാർഷിക മേഖലയായ ഈ പ്രദേശത്തെ കാട്ടുപന്നി ശല്യം മൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർ നേരിടുന്നത്. കാട്ടുപന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ പുതിയ ഷൂട്ടർമാരെ നിയോഗിക്കണമെന്ന് കർഷകരായ ED വിജയകുമാർ, ജനാർദ്ദനൻ മുണ്ടയ്ക്കൽ, രാജു കിഴക്കൂടൻ എന്നിവർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പുതുക്കാട്. ചിറ്റണ്ട പൂങ്ങോട് മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. നെൽകർഷകർ ദുരിതത്തിൽ. പൂങ്ങോട് നിലപ്പന പാറക്വാറിക്ക് സമീപത്തെ പാടശേഖരത്തിലെ 1.5 ഏക്കർ വരുന്ന കൃഷിയാണ് മയിൽ, കാട്ടുപന്നി എന്നിവയുടെ ശല്യം മൂലം നശിച്ചത്. കാവുംപുറത്ത് ദേവകി, നെല്ലിക്കൽ മീനാക്ഷി, കാവുംപുറത്ത് രവീന്ദ്രൻ എന്നിവരുടെ നെൽകൃഷിയാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നി നശിപ്പിച്ചത്. കൃഷിവകുപ്പിനും വനം വകുപ്പിനും നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമില്ലെന്ന് കർഷകർ പറഞ്ഞു. കൊയ്തെടുക്കാൻ 10 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് കാട്ടുപന്നി കൃഷി നശിപ്പിച്ചത്. പരിയാരം പീലാമൊഴിയിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കളത്തിൽ വർഗീസ് പാട്ടത്തിനടുത്ത കൃഷിയിടത്തിലാണ് ശനിയാഴ്ച രാത്രി ആനക്കൂട്ടമെത്തിയത്. തെങ്ങ്, കവുങ്ങ്, ജാതി തുടങ്ങിയ വിളകൾ നശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെയാണ് വനപാലകരും നാട്ടുകാരും ചേർന്ന് ആനകളെ ഓടിച്ചുവിട്ടത്. ഒരാഴ്ചയായി മോതിരക്കണ്ണി പള്ളി പരിസരത്തും ആനകൾ സ്ഥിരമായി എത്തുന്നുണ്ട്. ഇവിടെ വലിയൊരു തോട്ടത്തിൽ നിൽക്കുന്ന പൈനാപ്പിൾ കൃഷിയെ ആകർഷിച്ചാണ് ആനകൾ വരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ചാതുർവർണ്ണയത്തിന്റെയും ബ്രാഹ്മണ്യത്തിന്റെയും തികട്ടലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജനങ്ങളുടെ മനസ്സറിഞ്ഞ് നിലപാട് സ്വീകരിക്കാൻ ഇടതുപക്ഷത്തിനെ കഴിയൂവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ സമീപിച്ചെങ്കിലും അവഗണിക്കപ്പെട്ട പുള്ളു സ്വദേശി തായാട്ട് കൊച്ചുവേലായുധന്റെ കുടുംബത്തിന് CPM നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറിയതിനു ശേഷം പുള്ളു സെന്ററിൽ നടന്ന ആത്മാഭിമാന സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MV ഗോവിന്ദൻ. പിന്നോക്ക സമുദായക്കാരുടെ ക്ഷേമത്തിന് പട്ടികജാതിക്കാരെ മന്ത്രിയാക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചയാളാണ് സുരേഷ് ഗോപിയെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഉന്നത കുലജാതർ കൈകാര്യം ചെയ്താലാണ് ആ വകുപ്പ് ശരിയാകുകയെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അത് പറയാൻ സുരേഷ് ഗോപിക്കേ കഴിയൂ. അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ്. ചാതുർവർണ്ണയത്തിൻ്റെതാണ് ആ സ്പിരിറ്റ് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. CPM ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ, PR വർഗീസ്, KK അനിൽ, VR ബിജു തുടങ്ങിയവർ സംസാരിച്ചു. 75 ദിവസം കൊണ്ട് വീട് നിർമ്മിച്ചു നൽകിയ കോൺട്രാക്ടർ മനോജ് കണ്ണൂക്കാടിനെ ചടങ്ങിൽ ആദരിച്ചു. കഴിഞ്ഞ സെപ്റ്റംബർ 12-നാണ് വീട് അറ്റകുറ്റപ്പണിക്ക് സഹായം അഭ്യർത്ഥിച്ച് പുള്ളിൽ കലുങ്ക് സംവാദത്തിനെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കൊച്ചുവേലായുധൻ സമീപിച്ചത്. എന്നാൽ സുരേഷ് ഗോപി അവഗണിച്ചു. പിന്നീട് കൊച്ചുവേലായുധന്റെ വീട്ടിലെത്തിയ CPM നേതാക്കൾ കുടുംബത്തിന് പാർട്ടി പുതിയ വീട് വെച്ച് നൽകുമെന്ന് ഉറപ്പ് നൽകുകയായിരുന്നു. TCV തൃശൂർ. CPM വീട് നിർമ്മിച്ചു നൽകിയതിൽ സന്തോഷം പങ്കുവച്ച് പുള്ളു സ്വദേശി കൊച്ചുവേലായുധൻ ഇന്ന് താൻ വീടിനുള്ളിൽ സുഖമായി ഉറങ്ങുമെന്ന് കൊച്ചുവേലായുധൻ പറഞ്ഞു. താക്കോൽ കൈമാറ്റ ചടങ്ങിനെത്തിയ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ റോസാപ്പൂക്കൾ നൽകിയാണ് വേലായുധനും ഭാര്യയും വരവേറ്റത്. എടവലിങ്ങിലെ രാഷ്ട്രീയ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് RDO സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്തെ 2 വീടുകൾക്ക് നേരെ ആക്രമണം നടന്ന പശ്ചാത്തലത്തിലാണ് യോഗം ചേർന്നത്. സമാധാനാന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ യോഗം തീരുമാനിച്ചു. RDO P ഷാജിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ ET ടൈസൺ MLA, നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, എടവലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു പൊതു ഫീലിംഗ്. അതുമായി പക്ഷേ ഗുരുവായൂർ കോട്ടപ്പടിയിൽ ആൾതാമസമില്ലാത്ത 2 വീടുകളിൽ മോഷണശ്രമം. പണവും സ്വർണവും ലഭിക്കാത്തതിനെ തുടർന്ന് മോഷ്ടാവ് അടുക്കളയിൽ കയറി ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ചു. CCTVയിലെ ദൃശ്യങ്ങൾ കണ്ട് വിദേശത്തുള്ള വീട്ടുടമ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. ആദ്യം കോട്ടപ്പടി പെരുവഴിത്തോട് മാറോക്കി മിനി ടോമിയുടെ വീടിന്റെ അടുക്കളവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. അലമാരകൾ കുത്തിത്തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ടു. ഒന്നും ലഭിക്കാത്തതിനെ തുടർന്ന് അടുക്കളയിലെത്തി 3 കോഴിമുട്ടയെടുത്ത് ഗ്യാസടുപ്പിൽ പാചകം ചെയ്തു കഴിച്ചു. ഫ്രിഡ്ജിലുണ്ടായിരുന്ന പപ്പായയും എടുത്തു ഭക്ഷിച്ചു. തുടർന്ന് തൊട്ടടുത്തുള്ള ചൂൽപ്പുറം വലിയ പുരയ്ക്കൽ വിഭിന്നന്റെ മതിൽ ചാടിക്കടന്ന് മോഷ്ടാവ് അകത്തുകയറി.
ഇതേസമയം വിദേശത്തുള്ള വിപിനന് ഫോണിൽ CCTVയിൽ നിന്നും സന്ദേശമെത്തി. ഉടനെ ഭാര്യ സരിതയെയും നാട്ടുകാരെയും വിവരമറിയിച്ചു. പോലീസും നാട്ടുകാരും എത്തിയപ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെട്ടു. മോഷ്ടാവ് കൊണ്ടുവന്ന കമ്പിപ്പാരയും വെട്ടുകത്തിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ UDF SDPI കൂട്ടുകെട്ടിനെതിരെ CPM സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ കാൽനട ജാഥയ്ക്ക് തുടക്കമായി. കല്ലടിക്കുന്ന് സെന്ററിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി ജാഥ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ KK സതീശൻ, വൈസ് ക്യാപ്റ്റൻ മിറാഷ്, മാനേജർ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നുകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 12,008 നാളികേരമെറിഞ്ഞുള്ള വേട്ടേക്കാരൻ പാട്ട് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. കക്കാട് രാജപ്പൻമാരാരുടെ പ്രമാണത്തിൽ തായമ്പക അരങ്ങേറി. കോമരം കാരക്കുറ രാമചന്ദ്രൻ നായർ 12,008 നാളികേരം എറിഞ്ഞുകഴിഞ്ഞ് കളം മായ്ച്ച് പ്രസാദം നൽകി കൂറ വലിച്ചതോടുകൂടി ചടങ്ങുകൾ അവസാനിച്ചു. അന്നദാനവും ഉണ്ടായിരുന്നു. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KK സുനിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, വൈസ് പ്രസിഡന്റ് OA പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ എന്നിവർ നേതൃത്വം നൽകി. KSTA തിരുവല്ലമല യൂണിറ്റ് വാർഷിക സമ്മേളനം ജില്ലാ സെക്രട്ടറി K. ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് NR സാവിത്രിയമ്മ അധ്യക്ഷയായിരുന്നു. K. ഉണ്ണികൃഷ്ണൻ, PS സുജ, V. മണികണ്ഠൻ, PB ശകുന്തള തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ തണ്ണിമത്തൻ കൃഷി ഇറക്കി. മാർച്ച് മാസത്തിൽ വിളവെടുക്കാൻ പാകത്തിലാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സുഖില മോഹനൻ, KV ഡേവിസ്, ശോഭിക രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുപ്പത്തിൽ തുടങ്ങിയ ചിത്രരചന 75-ാം വയസ്സിലും കൈവിടാതെ പ്രവാസി ബിസിനസ്സുകാരൻ ചവക്കാട് തിരുവത്ര കാഞ്ഞിരപ്പറമ്പിൽ ശശിയാണ് പ്രായം പ്രതിഭയ്ക്ക് മുന്നിൽ തടസ്സമല്ലെന്ന് തെളിയിക്കുന്നത്. 58 വർഷമായി അബുദാബിയിലാണ് ശശി. ബിസിനസ് തിരക്കിനിടയിലും ഇക്കാലയളവിൽ ശശി വരച്ചത് 1000-ൽ പരം ചിത്രങ്ങൾ. 27 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഇദ്ദേഹം. ഓരോ രാജ്യത്തെത്തുമ്പോഴും അവിടുത്തെ പ്രകൃതി ഭംഗി ക്യാൻവാസിൽ പതിപ്പിക്കുന്നതാണ് ശീലം. വരച്ച ചിത്രങ്ങളിൽ പലതും സുഹൃത്തുക്കൾക്ക് സമ്മാനമായി കൈമാറുമെന്ന് ശശി പറയുന്നു. പാഷനാണ്. ഞാൻ വളരെ ചെറുപ്പകാലം മുതൽ തന്നെ പെയിന്റിങ് ആദ്യം ചെറുതായിട്ട് ഇങ്ങനെ ചിത്രങ്ങൾ വരച്ചു. പിന്നെ പെയിന്റിങ്ങിനോടൊരിത് തോന്നി. പിന്നെ അതിൽ തന്നെ ഉറച്ചു നിന്നു. ചിത്രരചന അങ്ങനെ ഇടയ്ക്ക് തോന്നും, അപ്പോൾ ചെയ്യും. ഓഫീസ് റൂമിലിരുന്നാട്ടോ ചെയ്യാറ്. പലർക്കും എൻ്റെ പെയിന്റിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതായിട്ട് ഈവൻ അമേരിക്കയിൽ വരെ എൻ്റെ പെയിന്റിങ് ഉള്ള ചില വീടുകളുണ്ടാവും. യാതൊരുവിധ പരിശീലനവും ലഭിക്കാതെ 6-ാം ക്ലാസ് മുതൽ സ്കൂൾ തലത്തിൽ പെയിന്റിംഗ് മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനം വാങ്ങാറുണ്ടായിരുന്നു. ഓയിൽ പെയിന്റിംഗ്, ഡിജിറ്റൽ പെയിന്റിംഗ്, പെൻസിൽ ഡ്രോയിങ് എന്നിവയിലാണ് ശശി തന്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നത്. അബുദാബി ഷെയ്ഖിന്റെ വീട്ടിലും തന്റെ ചിത്രമുണ്ടെന്ന് ശശി പറഞ്ഞു. ഡിജിറ്റൽ പെയിന്റിംഗ് വളരെ വേഗതയിൽ പൂർത്തിയാക്കാനും ശശിക്ക് സാധിക്കും. ഭാര്യ രമണിയും മക്കളും വലിയ പിന്തുണയുമായി ഈ കലാകാരന് ഒപ്പമുണ്ട്. TCV ചാവക്കാട്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മരത്തങ്കോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കടങ്ങോട് പഞ്ചായത്തിൽ ആരോഗ്യ ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ K. വിജയൻ അധ്യക്ഷനായി. ഡോക്ടർ KG രാധാകൃഷ്ണൻ, ഡോക്ടർ സജീവൻ, ഡോക്ടർ പാർവതി, ഡോക്ടർ MK ലോഹിതാക്ഷൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഭാരവാഹികളായ MK സോമൻ, ഡോക്ടർ ബ്രിനേഷ്, K. മനോഹരൻ, KK അനിത തുടങ്ങിയവർ സംസാരിച്ചു. അവർക്ക് അസുഖമുണ്ടെന്ന് സൗകര്യമുള്ളപ്പോൾ കഴിക്കും. സൗകര്യം വെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ
കേരള നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ സൈക്കിൾ വാരാഘോഷത്തിന്റെ ഭാഗമായി ജീവ ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ സൈക്കിളോട്ട മത്സരം സംഘടിപ്പിച്ചു. മമ്മിയൂർ സെന്ററിൽ നിന്ന് ആരംഭിച്ച മത്സരം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി പ്രേമാനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജീവ രക്ഷാധികാരി ഡോക്ടർ പി എ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ കെ മഹേഷ്, കെ സി സുനിൽ, ജീവ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, പി ഐ സൈമൺ, പി ശിവദാസൻ, കെ പി എ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. സൈക്കിൾ വാരാഘോഷത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച കോഴിക്കോടും ചൊവ്വാഴ്ച തിരൂരും വിവിധ പരിപാടികൾ നടക്കും. തിരൂരിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ യാത്രയ്ക്ക് ബുധനാഴ്ച മഞ്ജുലാൽ പരിസരത്ത് സ്വീകരണം നൽകും. സർജറിക്കിടെ മരിച്ച ചിറമനേങ്ങാട് സ്വദേശി ഇല്യാസിന്റെ കുടുംബത്തിന് സഹായ സമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം അബ്ദുസലാം ബാഖവി നിർവഹിച്ചു. ഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ എം.എച്ച്. നൌഷാദ് അധ്യക്ഷനായി. വാർഡ് മെമ്പർ പ്രകാശൻ പെങ്ങാട്ടുപാറ, സ്വാലിഹ് അൻവരി ചേകന്നൂർ, സൈനുദ്ദീൻ സക്കാഫി, സാദിഖ് റഹ്മാനി തുടങ്ങിയവർ പങ്കെടുത്തു. അവഹേളനങ്ങളും അനുഭവങ്ങളും ഹരിതകർമ്മസേനയിൽ അംഗമായ ബിന്ദു സജീവ് പാട്ടിലേക്ക് മാറ്റി. 4 ഭിത്തിക്കുള്ളിൽ നിന്ന് പാടിയ ഈ വരികൾ 4.5 വർഷത്തെ അനുഭവങ്ങളായിരുന്നു. ആദ്യമായൊന്നങ്ങിറങ്ങി ഞങ്ങളാദ്യമായി ചെന്നങ്ങിറങ്ങി, നാട്ടിലും വീട്ടിലും എത്തി, അന്ന് ഏറെ പറഞ്ഞങ്ങു നോക്കി. ഞങ്ങളങ്ങെത്തുന്ന നേരം അന്ന് പാത്തും പതുങ്ങിയും നോക്കി, ഏറെ സമയവും നിന്നു, ഞങ്ങൾ നെട്ടോട്ടമോടി വലഞ്ഞു. ജീവിതത്തിലും ജോലിയിലും നേരിട്ട പൊള്ളിക്കുന്ന പ്രതിസന്ധികളുടെയും അവഹേളനങ്ങളുടെയും നേർക്കാഴ്ചയാണ് പാട്ടിന്റെ വരികളിലുള്ളത്. പൊയ്യ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയിലെത്തിയ ശേഷം 12ഓളം പാട്ടുകളാണ് ബിന്ദു എഴുതി ചിട്ടപ്പെടുത്തി പാടിയിട്ടുള്ളത്. സങ്കടമേറെയുമായി അങ്ങ് ഇട്ടേച്ചു പോകുവാൻ തോന്നി, എങ്കിലും ഞങ്ങള് നിന്നു, ഇത് നാടിന്റെ നന്മയ്ക്കയല്ലേ. പല പാട്ടുകളും MCF വിട്ട് പഞ്ചായത്തിലെ ആഘോഷങ്ങളിലേക്ക് എത്താറുണ്ട്. 4.5 വർഷത്തെ ദുരിതങ്ങളുടെയും ദുരനുഭവങ്ങളുടെയും കഥ പറയുന്ന പുതിയ പാട്ടിപ്പോൾ MCF വിട്ട് പുറത്തുകടക്കുകയാണ്. സാഹചര്യത്തിനനുസരിച്ച് വരികൾ എഴുതാൻ അരമണിക്കൂർ തന്നെ ധാരാളം മതിയാകുമെന്നും പലപ്പോഴും നാടൻ പാട്ടിന്റെ ഈണം മൂളിയാണ് പാട്ടെഴുതുന്നതെന്നും ബിന്ദു സജീവ് പറഞ്ഞു. ഹരിതകർമ്മസേനയിൽ വന്നിട്ട് ഒരു 4 വർഷം കഴിഞ്ഞ് 4 വർഷത്തെ അനുഭവങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയ പാട്ടാണത്. ഒരു 10-12 പാട്ടോളം ഹരിതകർമ്മസേന തന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. അത് ഓരോ അവസരങ്ങളിൽ ഞങ്ങളിങ്ങനെ പാടാറുണ്ട്. MCFൽ പ്ലാസ്റ്റിക് തരംതിരിക്കുന്നതിനിടയിൽ ബിന്ദുവിന്റെ പാട്ടിനൊപ്പം കൂടെയുള്ളവരും താളം പിടിച്ചു പാടും. കൊറോണ എന്നൊരു രോഗം അന്ന് ആകെ പടർന്നൊരു നേരം, വീട്ടിലിരിക്കാതെ ഞങ്ങൾ അന്ന് നാട്ടിലിറങ്ങി നടന്നു. മാലിന്യക്കെട്ടുകൾ കണ്ടു അന്ന് നെഞ്ചു തകർന്നൊരു നേരം, വാശിയിൽ ഞങ്ങൾ തിരഞ്ഞു, അപ്പോൾ കിട്ടിയതല്ലോ തെളിവും. ഈ പാട്ടും താളവും ജോലി അനായാസമാക്കുമെന്നാണ് കൂടെയുള്ളവർ പറയുന്നത്. ലഹരിക്കെതിരെയുള്ള പാട്ടുകളും എഴുതി പാടിയിട്ടുണ്ട്. മക്കൾക്ക് സ്കൂളിൽ അവതരിപ്പിക്കാനുള്ള പാട്ടെഴുതിയാണ് തുടക്കം. പിന്നീട് അങ്കനവാടിയിൽ ഏതാനും നാൾ അധ്യാപികയായി ജോലി ചെയ്തപ്പോൾ കുട്ടികൾക്ക് വേണ്ടി പാട്ടെഴുതി പാടുന്ന ശീലമുണ്ടായിരുന്നു. എന്നാൽ ഹരിതകർമ്മ സേനയിലെത്തിയ ശേഷമാണ് എഴുതുന്ന പാട്ടുകൾ പൊതുവേദികളിൽ പാടാറുള്ളത്. നാട്ടുകാർ ഒന്നിച്ചു നിന്നാൽ ഇന്ന് നാടിനെ മാറ്റിയെടുക്കാം. കേരളം എന്നൊരു നാടാ, ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാ. TCV ന്യൂസ്, മാള. ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാ. CITU എളവള്ളി പഞ്ചായത്ത് കൺവെൻഷൻ CITU മണലൂർ ഏരിയ സെക്രട്ടറി VG സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. KS സദാനന്ദൻ കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PG സുബിദാസ്, TD സുനിൽ, KS പ്രമോദ്, NB ജയ സുനിയ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച CITU നേതാക്കളായ NB ജയ, ശ്രീബിത ഷാജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വെള്ളാങ്ങല്ലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഡോക്ടറെ കൂടി നിയമിക്കണമെന്ന് ആവശ്യം. 100 കണക്കിന് രോഗികളാണ് ദിനംപ്രതി ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നത്. എന്നാൽ ഡോക്ടർമാരുടെ കുറവ് രോഗികളെ വലയ്ക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു.
കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ അവ്യക്തതകൾ നീക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്ന് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ചടങ്ങിലെ അവ്യക്തതകൾ മൂലം കെട്ടിട നിർമ്മാണം പൂർത്തിയാവുന്ന ഘട്ടത്തിൽ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്നുവെന്ന് ഗുരുവായൂരിൽ നടന്ന സമ്മേളനം വിലയിരുത്തി. നഗരസഭാ വൈസ് ചെയർമാൻ കെ ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് OV ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരെ സമ്മേളനം അനുമോദിച്ചു. ഗുരുവായൂർ നഗരസഭ അധ്യക്ഷ സുനിത അരവിന്ദൻ ഉപഹാരം നൽകി. ലെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ, സെക്രട്ടറി ജിതിൻ സുധാകരൻ, T ഗിരീഷ് കുമാർ, പോൾ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ജീവകാരുണ്യ സംഘടനയായ സുഹൃതം തിരുവങ്കടത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് നവവത്സര ജീവകാരുണ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചു. 100ഓളം അമ്മമാർക്ക് പെൻഷൻ, പലവ്യഞ്ജന കിറ്റ് തുടങ്ങിയവ നൽകി. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സുഹൃതം പ്രസിഡന്റ് CD ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ഫാദർ സെബി ചിറ്റാട്ടുകര ക്രിസ്മസ് സന്ദേശം നൽകി. ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ കെ ജ്യോതിരാജ്, കൌൺസിലർമാരായ ആതിര രതീഷ്, ചന്ദ്ര രാമകൃഷ്ണൻ തുടങ്ങിയവരെ ആദരിച്ചു. ഈ ചന്ദ്രൻ അവരെ കൂടി നിയന്ത്രിക്കാനുള്ള കാരണം എറവ് കപ്പൽവള്ളിയിൽ നിന്ന് അരിമ്പൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന് സമർപ്പിക്കാൻ പൂവൻ പഴക്കുല എത്തിച്ചു നൽകി. വികാരി ഫാദർ ഡോക്ടർ റോയ് ജോസഫ് വടക്കനിൽ നിന്ന് ക്ഷേത്രം പ്രസിഡന്റ് KN ഭാസ്കരൻ പഴക്കുല ഏറ്റുവാങ്ങി. ഉത്സവത്തിന് ആശംസകളും നേർന്നു. തിങ്കളാഴ്ചയാണ് ഉത്സവം. പള്ളി ട്രസ്റ്റിമാരായ പോൾ കൊള്ളന്നൂർ, വർഗീസ് കുറ്റൂക്കാരൻ, മാർട്ടിൻ ചക്കനാത്ത്, തിരുനാൾ കമ്മിറ്റി കൺവീനർ ഫ്രാൻസിസ് പാവർട്ടിക്കാരൻ, ക്ഷേത്രം സെക്രട്ടറി KS രമേശ്, വൈസ് പ്രസിഡന്റ് KA ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി പരിയാരം പൂവത്തിങ്കൽ സെന്ററിൽ പള്ളിയോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വൻ അഗ്നിബാധ. അടയ്ക്ക ശേഖരിച്ചു വെച്ച മുറിയിൽ നിന്നാണ് തീ പടർന്നത്. പുറത്ത് ഉണക്കാനിട്ടിരുന്ന അടയ്ക്കത്തുണ്ട് കൂമ്പാരത്തിലേക്കും തീ പടർന്നു. ചാലക്കുടി, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത്. പഞ്ചായത്ത് അംഗങ്ങളായ VM ടെൻസൻ, ഡയാന അരുൺ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,450 രൂപ, പവന് 99,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. മറ്റത്തൂരിൽ KPCCയുടെ സമവായ നീക്കങ്ങൾ ഫലം കണ്ടു തുടങ്ങി. BJP പിന്തുണയോടെ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൂർജഹാൻ രാജിവെക്കും. സ്വതന്ത്രയായ പ്രസിഡന്റിന്റെ കാര്യത്തിൽ തങ്ങൾക്ക് പരിമിതികൾ ഉണ്ടെന്ന് വിമത നേതാവ് TM ചന്ദ്രൻ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രത്തിൽ വൻ തീപിടുത്തം. 300ഓളം ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. നിർത്തിയിട്ട ട്രെയിൻ എഞ്ചിനും തീപിടിച്ചു. കേച്ചേരി ചെറുനല്ലൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്ക്. പണിയമ്പറയിൽ കാർ ഡിവൈഡറിൽ ഇടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കല്ലൂർ ഭരതിയിൽ കാട്ടുപന്നികൾ വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചു. പന്നിശല്യം രൂക്ഷമായതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിൽ കർഷകർ. ചിറ്റണ്ടയിലും കാട്ടുപന്നി ശല്യം രൂക്ഷം. ചാവക്കാട് ചേറ്റൂർ റോഡിലെ കാന നിർമ്മാണത്തിൽ മെല്ലെപ്പോക്ക് എന്ന ആരോപണം. മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. പ്രതിഷേധവുമായി നാട്ടുകാർ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം,
കണ്ണിലെ കൃഷ്ണമണി പോലെ.